ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ്. വേഷം കലർത്തരുത്, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല, കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാപ്പകരില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ്. ഏത് തെളിവ് വെച്ചിട്ട് പറയണ്ട, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്ത് തെളിവ് വെച്ചിട്ടാ വെറുതെ വർത്താനം പറയാൻ ഏതാ നിങ്ങൾ പറഞ്ഞോ, ഏതാ മാധ്യമം? മീഡിയ വണ്ണം. അത് തന്നെ പണി. മീഡിയ വണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. നിങ്ങളല്ലേ ജമാഅത്ത് ഇസ്ലാമിന്റെ വെക്കുതാവ്. മീഡിയ വണ്ണം എന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം, കാടകൂള വിഷം. ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് BJPയും RSSും, രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയാണ്. അത് പറയുന്നതിൽ അതിങ്ങനെ വളച്ചു കെട്ടി പറയാനൊന്നും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവരും പറയുന്നത്, രാജ്യത്തിലെ മുഴുവൻ ആൾക്കും അറിയാം മീഡിയ വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സുഹൃത്തെ, ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ്. വേഷം കലർത്തരുത്, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല, കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാപ്പകരില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ്. ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതാണ്, ഈ പണിയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ്. അപരനിർമ്മിതി. ആർഎസ്സുകാരും BJPക്കാരും ജമാഅത്തെ ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ്. അവരന്മാരെ കണ്ടെത്തുക, എന്നിട്ട് അവരന്മാരുമായി ശത്രുക്കളാക്കുക, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്, ഈ കേരളത്തെ അങ്ങോട്ട് വിട്. അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. മാനവീയതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അതിന്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിന്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഗൗരവപൂർവ്വം ഞാൻ പറയാത്, അത് വെറുതെ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാണ്. നിങ്ങൾ എന്താ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടല്ലോ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പറയുന്നത് പറ, ഞാൻ മറുപടി അറിയാം. പറ, ഒന്ന് പറ. അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ. നിങ്ങൾ 42 കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട് പറഞ്ഞു. ഞാൻ നിഷേധിച്ചു. ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല, അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയുന്നത് എന്തിനാ? നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് UDFുമായി ബന്ധപ്പെട്ട് അവന്റെ നാക്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത് കേട്ടോ.